ഹലോ വാട്ട്സപ്പ് ഗൈസ്. നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സംഭവം വന്നു. നമ്മുടെ കൂലി ട്രെയിലർ വന്നു. അപ്പം നമ്മളതിൻ്റെ റിയാക്ഷനുമാണ്. ഈ മാസം തന്നെയാണ് റിലീസ്. എന്നാണെന്നൊരു പിടുത്തമില്ല. നമ്മുടെ ലിയോ ഡയറക്റ്റ് ചെയ്ത നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലോകേഷ് കനകരാജ് തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. രജനീകാന്തിൻ്റെ കരിയറിൽ ആദ്യമായിട്ട് തോന്നുന്നു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഐ തിങ്ക് ഫുൾ ഓഫ് വയലൻസ് ആയിരിക്കും. അതിനൊന്നും കാര്യം അപ്പം നമുക്ക് ട്രെയിലർ കാണാം. നമുക്ക് இந்த டெசர்ட் சொல்லுதா, ஆனா இங்க மனசுக்கும் பிரெயினுக்கும் பிடிச்ச மாதிரி பொண்ணு மட்டும் இல்ல, டெசர்ட்டும் கிடைக்காது. கண்டிப்பா கிடைக்கும். மனசு ஒருத்தன் பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில ഇത് നാഗാർജുനന്റെ വോയിസ് അല്ലേ? എന്തോ പറഞ്ഞായിരുന്നു. ഞാൻ ഇങ്ങനെ പോസാക്കി ചെയ്യുന്ന വെച്ചാൽ ഒരു കാരണമുണ്ട്. സൺ പിക്ചേഴ്സ് ആയതുകൊണ്ട്, ഈ ട്രെയിലർ റിലീസാക്കിയത് സൺ പിക്ചർ ആയതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അവരൊന്നിനും വെറുതെ വിടില്ല. നമ്മൾ മലയാളം ഫിലിംസ് എടുത്താൽ അധികം കോപ്പിറൈറ്റ് അടിക്കാറില്ല. കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ തരാറുണ്ട്. പക്ഷെ സൺ പിക്ചേഴ്സ് അങ്ങനത്തുള്ള ഇതൊന്നും ഒരു രക്ഷയില്ല. കോപ്പിറൈറ്റ് അടിക്കാൻ തന്നെ. അപ്പം എട്ടയ്ക്ക് പോസാക്കി ചെയ്യുള്ളൂ. ஒரு மனுஷன் இந்த உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா, it can be a disaster. കുട്ടൂര് വില്ലനെ പോലെ ഉണ്ടല്ലോ. നമ്മളെ ജയിലാനെ പോലെ നമ്മളെ ഡ്യൂഡ് വന്ന പോലെയാണ്. നോക്കാം. நம்ம இந்த நெட்வொர்க்கால மட்டும் அவனுக்கு பெரிய ஆளான மாதிரி தெரியல. ബോഡി കാണുമ്പോൾ തന്നെ வேற ஏதோ ஒன்று பெருசா பண்றாங்க சார். അർജുൻ ആ പെണ്ണിനെ എവിടെ കണ്ടിട്ടില്ലേ? അതായിരുന്നു സീരിയലാണോ? അത് മലയാളി തന്നെയല്ലേ ഇത്? ഐ തിങ്ക് അത് മലയാളിയാണ്. സൗബി മലയാളി ഒന്നുമില്ല. സൗബി മലയാളി. ആ പെണ്ണിനെ വേറെ കണ്ടിട്ടുണ്ട്. സീരിയലാണോ ഏതോ സിനിമയിലാണോ? ബാക്കി നോക്കാം. வருஷமா ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது அரங்க மாதிரி விசில் பறக்கவே സൂപ്പർ സ്റ്റാർ. எனக்கு எங்கேயோ பார்த்த மாதிரி இருக்கு. ആ ലുക്ക് ഉണ്ടോ? ഒരു മിനിറ്റ് കാണിച്ചിട്ട്. രജനീകാന്തിന് 50 or 60 കറക്റ്റ് വയസ്സ് എനിക്ക് അറിയത്തില്ല. 1 മിനിറ്റ് ഉത്തരം പറഞ്ഞു തെറ്റിപ്പോകാം. നമുക്ക് ഗൂഗിൾ അമ്മയോട് ചോദിക്കാം. കറക്റ്റ് വയസ്സ് ഗൂഗിൾ അമ്മ. ഗൂഗിൾ അമ്മി സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വയസ്സ് ഉണ്ട് 74 വയസ്സുണ്ട്. കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. കണ്ടില്ലേ? 74 വയസ്സ്. ആ സ്ക്രീനിലെ ലുക്ക് കണ്ടില്ലേ? വൗ.
udah chill. ഉപേന്ദ്രയുടെ ഇടക്കിറങ്ങിയ പാട്ടില്ലായിരുന്നോ? നീളം വലുത് എന്ത്, എൻ്റെ നീളം വലുത് കൂടുതല, നിന്റെ നീളം വലുത് കുറവ്, അങ്ങനെ എന്തോ ഒരു സോങ് ട്രെൻഡിങ്ങിലുണ്ടായിരുന്നു. ട്രെൻഡിങ് അല്ല, ട്രോളിൽ ഒന്നാമതായിരുന്നു. ഒരു മിനിറ്റ്. എല്ലായിടത്തും പരസ്യമാണ്. തുടങ്ങണം. ഉപേന്ദ്രനെ കണ്ടപ്പോൾ നീ ഫസ്റ്റ് ഓർമ്മ വന്ന സോങ് ആണ്. ബാക്കി നോക്കാം. അമീർ ഖാനെ കാണാ മോനെ മൊത്തം താറ്റു കഴുത്തന്ന് തേളോ. റിലാക്സ്. എൽസിയിൽ പെടുവെന്നാണ് എനിക്ക് തോന്നുന്നത്. മരണമടങ്ങി നോക്കാം. பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். എന്താ ഫുള്ള് ഫ്രണ്ട്സ് ആണത്. ഫാമിലി പ്രോബ്ലം ആണോ? നീരജിനെ കൂട്ടുകാരൻ്റെ മോളായിരിക്കും വലിയ അത് അങ്ങനെയുള്ളൂ പറഞ്ഞു. അപ്പം എല്ലാവരും കുഞ്ഞുങ്ങളും അതിന് പ്രതികരണം തീർക്കാൻ ജഡ്ജിനെ കണ്ട് വരുന്നതായിരിക്കും. ലോകേഷ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചാൽ ഹൈപ്പിൽ കൊണ്ടുപോയിട്ട് വേറെ ലെവലാക്കിയോ. വേറെ ഏത് ഡയറക്ടേഴ്സിനെ നമ്പാം, ലോകേഷ് നമ്പാൻ പറ്റത്തില്ല. അയ്യോ അത് കണ്ട നമ്മള് നാഗാർജുൻ ഒരു നമ്മുടെ ഈ സ്റ്റൈലില് നമ്മളെ ജോക്കറിന്റെ പർപ്പിൾ സ്റ്റൈലാണ് എടുത്തേക്കുന്നത്. കാണിച്ചില്ലേ പർപ്പിൾ ജോക്കറിന്റെ ഫോണായിരിക്കാം. So പഴയ ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. പഴയ ഭാഷയുടെ സ്റ്റൈൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ഓഗസ്റ്റ് 14 റിലീസ്. ഓ മൈ ഗോഡ്, ഓഗസ്റ്റ് 14 റിലീസ് ആയിട്ട് മുന്നേ നാളെ തന്നെ ഇറങ്ങിയത് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഓഗസ്റ്റ് 14 റിലീസ്. ഓഹോ, ഞാൻ ഭയങ്കര വെയിറ്റാണ്.
അതിൻ്റെ ബുക്കിംഗ് എപ്പോഴാണ് തുടങ്ങുന്നത് അറിയത്തില്ല. 2 ദിവസം മുന്നേ തുടങ്ങുമായിരിക്കും. 14 മണി മിക്കവാറും 11, 12 ആ റേഞ്ചിൽ എൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ആ മണി ബട്ടൺ അടിക്കുക. വേറെ പൈസയുടെ ഇതൊന്നുമില്ല, ജസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.